പുനർജനി കേസിൽ ഇപ്പോൾ വി ഡി സതീശിനെതിരെ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസിന്റെ ഒരു ശുപാർശ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അത് വാർത്തയായി ഇപ്പോൾ എത്തുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? ഇന്ന് ദ്വിദിന ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് നേതാക്കളും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, ഓലപ്പടക്കമാണെന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വി ഡി സതീശനെ ഇഷ്ടമുള്ള ആരോ ഉണ്ട്. വി ഡി സതീശനെ ഇങ്ങനെ സ്നേഹിക്കുന്ന ആരോ ഒരാൾ, ആ അജ്ഞാതൻ ദയവായി പുറത്തു വരണം. ഇലക്ഷൻ കഴിഞ്ഞാൽ വരുമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ സഹായിക്കുമോ? രണ്ട് പ്രശ്നങ്ങളാണ് വി ഡി സതീശൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, വി ഡി സതീശൻ്റെ കൂടെ ആളില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. രണ്ട്, മുഖ്യമന്ത്രി പോയിട്ട് മന്ത്രിസഭയിൽ പോലും വി ഡി സതീശൻ എത്താതിരിക്കാൻ അങ്ങ് ഡൽഹിയിലെ KC വേണുഗോപാൽ മുതൽ ഇങ്ങ് താഴെ UDF കൺവീനർ അടൂർ പ്രകാശ് വരെ വാളുമായി ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന സമയം, തെരഞ്ഞെടുപ്പിൽ ആരെയൊക്കെ മത്സരിപ്പിക്കണം, സ്വന്തക്കാരെയൊക്കെ, സ്ഥിരം കോൺഗ്രസ് പരിപാടി, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു വിഷയത്തിൽ വി ഡി സതീശൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ്. നേതാക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വി ഡി സതീശൻ ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ വലിയ നേതാവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ കുന്തമുനയുമായി മാറുകയാണ്. വി ഡി സതീശനെതിരെ സർക്കാർ ഒരു വലിയ വേട്ടയ്ക്ക് തയ്യാറെടുക്കുന്നു. അപ്പോൾ വി ഡി സതീശനെ നമ്മൾ സംരക്ഷിക്കണം. ആരാ നമ്മുടെ നേതാവ്? വി ഡി സതീശൻ. വി ഡി സതീശൻ എന്താണ്? വി ഡി സതീശൻ കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് വി ഡി സതീശൻ, വി ഡി സതീശനാണ് കോൺഗ്രസ്. ഈ രീതിയിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളെ നറേഷൻ മാറ്റിയെടുത്തപ്പോൾ കേരള രാഷ്ട്രീയത്തിലല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയ ഇമ്പാക്റ്റാണ് ഒന്നാമത്തെ കാര്യം. രാഷ്ട്രീയത്തിൽ എപ്പോഴും ചില സാധ്യതകൾ അങ്ങനെയാണ് ഉണ്ടാകാറ്. അപ്പോൾ ഒന്നാം റൗണ്ടിൽ സംഭവിച്ചത് ഇതാണ്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ കോൺഗ്രസിനകത്ത് വി ഡി സതീശനുണ്ടായിരുന്ന ദൗർബല്യങ്ങൾ മുഴുവൻ പോവുകയും കോൺഗ്രസ് നേതൃത്വം മുഴുവൻ വി ഡി സതീശനെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയും ഉണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2006 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ, തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമോ എന്ന് പോലും സംശയമുള്ള ഒരു കാലത്ത് നിന്ന് വളരെ വലിയ ജനവികാരം പാർട്ടിക്കകത്തുണ്ടായി. അവസാനം വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമെന്ന് വരുമ്പോൾ ഉണ്ടായ ഒരു വളരെ വലിയൊരു പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നുണ്ടല്ലോ. ഒരു ശത്രു അപ്പുറത്തുള്ളപ്പോഴാണ് ഇപ്പുറത്തെ ദുർബലനായ മനുഷ്യൻ, അയാളുടെ പിന്നിൽ ആളുകളൊക്കെ പെട്ടെന്ന് നിൽക്കുക, അയാൾ ചടകുടഞ്ഞെഴുന്നേൽക്കുക. ഇതൊരു കോമൺ സൈക്കിക്കാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. CPM മനസ്സിലാക്കാതെ പോയ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം അതാണ്. രണ്ട്, CBI എൻക്വയറി ഉണ്ടോ? ഈ വിഷയത്തിൽ CBI എൻക്വയറി ഇല്ല. ഇതുവരെ CBI എൻക്വയറി സംഭവിച്ചിട്ടേ ഇല്ല. വി ഡി സതീശനെതിരെ വിദേശത്ത് പോയി പണം പിരിച്ചു എന്ന പേരിൽ CBI അന്വേഷണം വേണമെന്നൊരു ശുപാർശയാണുള്ളത്. ഈ ശുപാർശ എന്നാണ് ഉണ്ടായത്? 1 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 11 മാസങ്ങൾക്ക് മുമ്പാണ് വി ഡി സതീശനെതിരായ ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്. ഒരു സാധ്യത എടുത്തു വെച്ച് നോക്കൂ. വി ഡി സതീശൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വി ഡി സതീശൻ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട്. വി ഡി സതീശനെ അഴിമതി കാണിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിൽ അദ്ദേഹം വിദേശ പണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ, അതുകൊണ്ട് CBI അന്വേഷിക്കണം, അതിന് സാധ്യതയുണ്ടെന്നാണല്ലോ പറയുന്നത്. 11 മാസം പിണറായി വിജയൻ സർക്കാർ എവിടെയായിരുന്നു? ഈ 11 മാസം ഈ റിപ്പോർട്ട് തലവണക്കടിയിൽ വെക്കുകയോ ഫയലിനകത്ത് വെക്കുകയോ ചെയ്ത ശേഷം ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നതിന് കാര്യം എന്താണ്? അപ്പോൾ സർക്കാരെ, നിങ്ങൾക്ക് ഈ കേസിൻ്റെ സത്യം അറിയണമെന്ന് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷനെ പറഞ്ഞ പല എഴുത്തുകുത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ആയിക്കോട്ടെ, പക്ഷേ CBI എൻക്വയറി എന്ന് ഒരു പ്രാവശ്യം ഒരു റിപ്പോർട്ടിൽ വന്നാൽ അത് CBI എൻക്വയറിയാണ്. CBI എൻക്വയറി പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI എൻക്വയറി വേണമോ എന്ന് ചോദിച്ച് വീണ്ടും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല നമ്മുടെ മുമ്പിൽ. അപ്പോൾ CBI എൻക്വയറി നടത്താതെ 11 മാസം തടഞ്ഞു വെക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ കടലാസ് പുറത്തു വന്നത് എങ്ങനെയാണ്? അത് സ്വാഭാവികമായും വി ഡി സതീശന് വേണ്ടി ആരെങ്കിലും ചെയ്താൽ സാധ്യതയുണ്ടോ? നമുക്കിപ്പോൾ മനസ്സിലായി, അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെലക്റ്റീവായി ലീക്ക് ചെയ്യുന്ന ഡോക്യുമെൻ്റാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവാദിത്തോടെ പറയുന്നു, സെലക്റ്റീവായി ലീക്ക് ചെയ്തെന്ന ഡോക്യുമെൻ്റാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊരു വിഷയമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. വി ഡി സതീശനെതിരെ ഒരു ആരോപണം വായുവിൽ നിർത്തുക, CBIക്ക് പോകുമോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുക, ആ ഒരു നാളെയും മറ്റന്നാളും 5 ദിവസവുമൊക്കെ കടലാസുകൾ കൊണ്ടുള്ള യുദ്ധമാണ് കേരളം കാണാൻ പോകുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും വി ഡി സതീശൻ്റെ ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ എക്സോൺട്രേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്നതിൽ എക്സോൺട്രേറ്റ് ചെയ്യുന്ന വേറൊരു വിജിലൻസിൻ്റെ കടലാസ് പുറത്തു വന്നു. ഇനി കടലാസുകൾ തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് സ്ട്രാറ്റജിക്കലി CPMൻ്റെ ഒരു വളരെ വലിയ പാളിച്ചയാണ്. കോൺഗ്രസിനകത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വി ഡി സതീശന് ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റി. രണ്ട്, വി ഡി സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ, വിദേശ നാണയ വിനിമയ ചട്ടം അദ്ദേഹം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗൗരവമായ കുറ്റമാണ്. അത് തെളിയിക്കാനുള്ള യാതൊരു ആത്മാർത്ഥതയും പിണറായി വിജയൻ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 11 മാസം ഈ റിപ്പോർട്ട് കൈവച്ച ശേഷം ഇന്നും CBI എൻക്വയറിക്ക് വിട്ടിട്ടല്ല നമുക്ക് ഈ കടലാസുകൾ ലീക്ക് ചെയ്തത്. CBI എൻക്വയറിയെക്കുറിച്ച് പോലും ആലോചിക്കാതെ ഈ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ലീക്ക് ചെയ്ത് തരികയാണ് ചെയ്തത്. എന്തടിസ്ഥാനത്തിൽ? ചർച്ചയാകാൻ വേണ്ടി. ശരി, ഇനി ചർച്ചയിലേക്ക് വരികയാണ്. അപ്പോൾ 2 വിഷയമാണ് നമ്മുടെ മുമ്പിൽ. വി ഡി സതീശൻ വിദേശ നാണയ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ? വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ? ഈ പണം വി ഡി സതീശൻ എടുത്തിട്ടുണ്ടോ? അതിൻ്റെ മറുപടി
തൊട്ട് വൈകുന്നേരമായപ്പോൾ പുറത്തു വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെയുണ്ട് വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണമൊന്നും വന്നിട്ടില്ല. വി ഡി സതീശൻ അഴിമതി കാണിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഒരു തീർപ്പായാലോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സർക്കാരിൻ്റെ രാവിലെ ഉണ്ടാക്കി വെച്ച ചീട്ടുകൊട്ടാരം പൊളിഞ്ഞ് താഴെ പോകുന്നതാണ് കണ്ടത്. പക്ഷേ ശ്രദ്ധിക്കണം, ആദ്യത്തെ ഒരു പേപ്പറേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും ചില പേപ്പറുകൾ പുറത്തു വരാനുണ്ട്. ആ പേപ്പറിലാണ് ഇനി സർക്കാരിൻ്റെ പ്രതീക്ഷ. സർക്കാരിൻ്റെ വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഇന്നത്തേത് പോട്ടെ, നാളെ മുതൽ കാണിച്ചു തരാം, ഇനിയും കടലാസുകൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം കൊണ്ട് എന്താണ് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്? ബർമിംഗ്ഹാമിൽ പോയ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിങ്ങളെല്ലാവരും കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് സത്യമാണ്. ഇതേ ആവശ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോകാൻ ശ്രമിച്ചില്ലേ? അന്ന് കേന്ദ്ര സർക്കാർ തടഞ്ഞതല്ലേ? അന്ന് വളരെ വലിയ വിമർശനം നമ്മളൊക്കെ ഉന്നയിച്ചതല്ലേ? മുഖ്യമന്ത്രിക്ക് നമുക്കൊരാവശ്യം വന്നാൽ നമ്മുടെ മലയാളി സമൂഹം ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവിടെയൊക്കെ പോയി സഹായം ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്നേ. അപ്പോൾ പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അവകാശമില്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിയമമാണ്. ശരി, ആ നിയമത്തെ ഞാൻ ലംഘിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നതെങ്കിലോ കേരളം ആരുടെ കൂടെ നിൽക്കും? 2018 കേരളം വിറങ്ങലിച്ചു നിന്ന സമയത്ത്, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കാര്യമായി ഒരു സഹായം വരാത്ത സമയത്ത്, വിദേശത്തു നിന്നുള്ള ഭരണാധികാരികൾ പോലും ഗൾഫിൽ നിന്ന് നമുക്ക് പണം തരാൻ സഹായം തരാമെന്ന് പറഞ്ഞ സമയത്ത് അത് തടഞ്ഞ കേന്ദ്ര സർക്കാർ. ആ സമയത്ത് വി ഡി സതീശൻ്റെ സ്വകാര്യ സന്ദർശനത്തിന് പോവുകയും അവിടെ പോയി പണം പിരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ വി ഡി സതീശനെ കേസെടുക്കാനാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ തോക്കും. BJP ആണ് കേസെടുക്കുന്നതെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പേരിൽ തന്നെ അവർക്കൊരു ഒരു കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ പോവും. വി ഡി സതീശൻ ചെയ്ത എത്തിക്കലി ശരിയായ ഒരു കാര്യമുണ്ടല്ലോ, നിയമം അവിടെ നിൽക്കട്ടെ. പണം ചോദിച്ചല്ലേ ഉള്ളൂ, അത് വീട്ടിൽ കൊണ്ടുപോകാനല്ലല്ലോ, തയ്യൽ മെഷീന് വേണ്ടിയിട്ടല്ലേ, അതിരിക്കട്ടെ, അത് വരട്ടെ. അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇനി ആ പണം വന്ന് മര്യാദയ്ക്ക് എത്തിയിട്ടുണ്ടോ? ഈ പണം ഏത് അക്കൗണ്ടിലേക്കാണ് വന്നത്? ഈ അക്കൗണ്ടിലേക്ക് സാധാരണ വിദേശ നാണയ വിനിമയ ചട്ടം അനുസരിച്ച് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് കുറച്ച് പണം വന്നാൽ ഈ പണം ഏത് സോഴ്സിലാണ് വന്നത്, എന്തിനാണ് വന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ആ ബാങ്കിനെ അറിയിക്കണം. ഏത് ബാങ്ക് വഴിയാണോ വരുന്നത്? ഈ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് പണം വരുമ്പോൾ പണം ഇങ്ങ് കിട്ടും. പക്ഷേ തിരിച്ച് അവിടെ നിങ്ങളുടെ പേരിലൊരു ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യണം. നോക്ക് ഓഫ് എന്നാണ് പറയുക. അത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾ ബാങ്കിൽ പോയി എന്താണ് കാരണം എൻ്റെ രേഖ കടലാസ് എല്ലാം കാണിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ തിരുത്താൻ. അപ്പോൾ അത് തീരും. അങ്ങനെ ഘട്ടമായി ഓരോ സമയത്ത് ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കമ്പനികളെല്ലാം പണം വരുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് കാണിക്കുമ്പോൾ ആ വിഷയം തീരും. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഡിഫോൾട്ട് വരുത്തിയാൽ അടുത്ത തവണ നിങ്ങൾക്ക് പണം കിട്ടുമ്പോൾ ആ പണം അവിടെ ബ്ലോക്കായി പോകും. ഇതാണ് നടക്കേണ്ടത്. ഇത് ചെയ്തോ? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കണം. CBI അല്ല, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഏത് സംവിധാനത്തെ കൊണ്ടും അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. പക്ഷേ 11 മാസം ഇത് തടഞ്ഞു വെച്ചത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ 2018 കേരള നിയമസഭയിൽ വി ഡി സതീശൻ പ്രളയത്തിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്ന് പറഞ്ഞ ഒരു വലിയ ആക്ഷേപം ഉന്നയിക്കുകയും അതൊരു അടിയന്തര പ്രമേയമായി വരികയും ചെയ്യുമ്പോൾ ജോസഫ് മാത്യു ആണെന്ന് തോന്നുന്നു MLA, അതോടൊപ്പം ജെയിംസ് മാത്യുവും എം സ്വരാജും ഒരു കൗണ്ടർ അലിഗേഷനായിട്ടാണ് ഈ വിഷയം കൊണ്ടുവരുന്നത്. അന്ന് ശർമ്മയും അന്ന് വി ഡി സതീശൻ വെല്ലുവിളിച്ചു, നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തുടങ്ങിയ പ്രൊസീജിയറാണ്. 2025 അതിനുശേഷം എത്രയോ ഇലക്ഷനുകൾ കടന്നുപോയി, എത്രയോ വർഷം കടന്നുപോയി, എന്തൊക്കെ അന്വേഷണങ്ങളും എന്തൊക്കെ കോലാഹലങ്ങളും ഉണ്ടായി. അപ്പോൾ ഇത് എടുത്തു വെക്കുകയാണ്. 2025 ജനുവരി ആകുമ്പോഴേക്കും 2026 ജനുവരി ആകുമ്പോൾ 3 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ കയ്യിലും ഒന്നുണ്ട്. ഇനിയും ചിലപ്പോൾ ചില സാധനങ്ങളുണ്ടാവും. ഇതുപോലെ തന്നെയാണ് 2021 മുഖ്യമന്ത്രി, അന്നത്തെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ CBI എൻക്വയറി, അതൊരു ലൈംഗിക പീഡന കേസിലാണ് അന്വേഷണം നടത്തിയത്. ഓർമ്മയുണ്ടോ? അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസ് CBI അന്വേഷിക്കുന്നു. അതിനുശേഷം ആ CBI എൻക്വയറി റിപ്പോർട്ട് വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും എക്സോണറേറ്റ് ചെയ്യുന്നു. അവിടെ നിന്നാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടുള്ള സഹതാപ തരംഗം ആഞ്ഞടിക്കുന്നത്. ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വളരെ വലിയ പിന്തുണയുടെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ CBI എൻക്വയറി ആയിരുന്നു. അവിടെ നിന്നാണ് ഉമ്മൻചാണ്ടിയേക്കാൾ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നതും ഉമ്മൻചാണ്ടി വളരെ വലിയ ദിവ്യനായി മരണത്തിന് ശേഷം വളരെ വലിയൊരു ഒരു മോർ ദാൻ ലൈഫ് ക്യാരക്ടറായി മാറുന്നതും. ഇതുപോലെ തന്നെയല്ലേ 2006 ഉമ്മൻചാണ്ടി സർക്കാർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ലാവലിംഗ് കേസും CBI എൻക്വയറിക്ക് വിട്ടത്? അന്ന് വിജിലൻസിൻ്റെ പ്രാഥമിക റിപ്പോർട്ടായിരുന്നു. ആ പ്രാഥമിക റിപ്പോർട്ടിൽ ആരുടെയും പേരുണ്ടായിരുന്നില്ല. പക്ഷേ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് പോകുമ്പോൾ അങ്ങനെയല്ല, അത് ഞങ്ങൾ CBIക്ക് വിടുന്നു എന്ന് പറഞ്ഞു. അവസാനം അതെന്തായി? ആ 2006 അങ്ങനെ ഒരു CBI എൻക്വയറി പോയതുകൊണ്ട്, ലാവലിംഗ് കേസെടുത്ത് കേന്ദ്രത്തെ ഏൽപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും ഭരണമാറ്റത്തിൽ നിന്ന് തടസ്സമുണ്ടായോ? പുതിയ സർക്കാർ വന്നു. അങ്ങനെയാണെന്നേ.
അപ്പോൾ ചുരുക്കത്തിൽ ചരിത്രം പോലും നിങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് വെച്ചാൽ അങ്ങനെ ഗുണമുണ്ടാകാനേ പോകുന്നില്ല. അപ്പോൾ 3 തരത്തിൽ ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഒന്ന്, വി ഡി സതീശനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള പ്രതിസന്ധികളെല്ലാം തടയാൻ തൽക്കാലം ഇതൊരു വളരെ വലിയ സഹായമായി. 2, ഈ സർക്കാരിന് ഈ വിഷയത്തിൽ സത്യം തെളിയണമെന്ന് യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് 11 മാസം ഈ റിപ്പോർട്ട് ഭരണത്ത് വെച്ചുകൊണ്ടും ഇപ്പോഴും CBI എൻക്വയറിക്ക് ശുപാർശ ചെയ്യാതെ മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്യുന്നതിലൂടെ ആത്മാർത്ഥതയില്ല എന്നുള്ളത് തെളിയുന്നു. 3, ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരം പ്രതികാര നടപടികൾ എടുത്തിട്ടുള്ളത് ജനത്തിന് നല്ലപോലെ അറിയാം. അതൊന്നും ഏശിയിട്ടുമില്ല. ഇത് ഏത് കോണ്ടക്സ്റ്റിലാണെന്ന് നോക്കൂ. ഇന്നലെ LDF സർക്കാരിൻ്റെ കാലത്തെ ഒരു മന്ത്രി അണ്ടർവെയർ മാറ്റി അതിൻ്റെ സൈസ് ചെറുതാക്കി ഒരു ലഹരി മരുന്ന് കേസിലെ പ്രതിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് വിധി വന്ന ദിവസമാണ്. അതിന് ഒരാഴ്ച മുമ്പ് പോറ്റിയെ കയറ്റി എന്നൊരു പാട്ടുപാടി അതിൽ കേസെടുത്ത് അവസാനം അത് നാണക്കേടായപ്പോൾ ആ കേസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിനുശേഷം സ്വർണ്ണപ്പാളി കേസിൽ മൊത്തത്തിൽ നാണം കെട്ടു. സ്വർണ്ണപ്പാളി കേസിൽ എന്തുകൊണ്ടാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ജയിലിൽ 60 ദിവസം കിടന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന് പറയാൻ പറ്റാതെ നിൽക്കുന്നു. ഇങ്ങനെ സർവത്ര കുളമായി കിടക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ ശ്രദ്ധ മാറ്റാൻ കഴിയുമായിരിക്കും. ഇന്നത്തെ വാർത്ത ഇതാണ്. പക്ഷേ അതുകൊണ്ട് വിഷയം അവസാനിക്കുമോ എന്ന് മാത്രമല്ല, ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഇത് ഗൗരവമുള്ള വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ CBI ഏൽപ്പിച്ചില്ല എന്ന ചോദ്യം വരും. ഇനി ഗൗരവമുള്ള വിഷയമല്ലെങ്കിൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. 2 രീതിയിലും LDF സർക്കാരിനും LDF മുന്നണിക്കും ഒരു വല്ലാത്ത പെട്ടിലാണ് അവർ പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറിയും CPMൻ്റെ ജനറൽ സെക്രട്ടറിയും അങ്ങും ഇങ്ങും തൊടാതെയുള്ള മറുപടി പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.